ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് നീത. ഗൈസ്, ഇത് നമ്മുടെ 2026 ഫസ്റ്റ് വ്ളോഗാണ്. ലോങ് വീഡിയോ ആണ്. ഷോർട്ട് വീഡിയോ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഷോപ്പിങ്ങും പിന്നെ ഒരു ഔട്ടിംഗ് വ്ളോഗ്. മെയിനായിട്ടും ഷോപ്പിംഗ് ആണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലുലുവിൽ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. മമ്മി, ചേച്ചി, ഞങ്ങൾ 3 പേരും കൂടെ ഷോപ്പിങ്ങിന് പോകാനാണ് പ്ലാൻ. അപ്പം അതിൻ്റെ ഒരു ചെറിയ വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതുമാണ്. പക്ഷേ കുറേ പാർട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ഓർത്തു ഇന്ന് പോകുമ്പോഴത്തെ വീഡിയോ എടുക്കാം. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ലുലുവിൽ വന്നേക്കുവാണ്. ഇത് ലുലുവിൻ്റെ ആ ഒരു എൻട്രൻസിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ ആദ്യം തന്നെ വന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ്. നമ്മൾ വന്ന അന്നത്തെ ആ ഒരു ദിവസം 50% സെയിൽ സ്റ്റാർട്ട് ചെയ്ത ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും അത്യാവശ്യം നല്ല ഓഫറുകളും ഉണ്ടായിരുന്നു കേട്ടോ. മിക്ക സാധനങ്ങൾക്കും 50%ഉം അതിൽ കൂടുതൽ ഓഫറുള്ളതും ഒക്കെ അന്നവിടെ അവൈലബിൾ ആയിരുന്നു. ഗൈസ്, ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സെക്ഷൻസ് ഫോർ സം റീസൺസ്. ആൻഡ് ഗൈസ്, ഞങ്ങൾ വളരെ രാവിലെ തന്നെ ഇങ്ങ് പോകുന്നായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു ലൈറ്റായിട്ട് മാത്രമേ ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് 1-2 സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഓർത്ത് വന്നാൽ ലുലുവിനകത്തുള്ള ഫുഡ് സെക്ഷനിൽ പോയിട്ട് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ക്രാബ് ക്ലോ ആണ് ഗൈസ്. അൺഫോർച്ചുനേറ്റ്ലി അന്ന് അവിടെ അത് അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ചാറ്റ് കോർണറിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് അവിടെ ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ പോയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് നീനു പറഞ്ഞു, നീ പോയി എന്തെങ്കിലും കുടിക്കാൻ എടുത്തിട്ട് വരാൻ. അങ്ങനെ ഞങ്ങളെപ്പോഴും മേടിക്കാറുള്ള ഒരു ഡേറ്റ്സിൻ്റെ ഒരു ഷേക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഈ ഒരു പിങ്ക് ബോട്ടിൽ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആണ് ഞാൻ അങ്ങേ കോർണറിൽ എൻ്റെ ആ ഫേവറേറ്റ് ഐറ്റം ഇരിക്കുന്നത് കണ്ടത്. അങ്ങനെ നമ്മൾ എൻ്റെ ഫേവറേറ്റ് ഐറ്റം കിട്ടി. അതൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇതായിരുന്നു ഗൈസ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ്. ഞാൻ ഓർഡർ ചെയ്തത് പാവ് ഭാജി ആയിരുന്നു കേട്ടോ. പാവ് ഭാജി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡുകളിൽ ഒന്നാണ്. ഈ നോർത്ത് ഇന്ത്യൻ ക്യുസീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പം അതിൽ കുറേ ഫുഡ്സ് ഉണ്ടല്ലോ നോർത്ത് ഇന്ത്യൻ ക്യുസീനിൽ. അതിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ് ഈ ഒരു പാവ് ഭാജി. അപ്പം ഞാൻ എനിക്കൊരു നോർത്ത് ഇന്ത്യൻ ക്യുസീൻ കഴിക്കാൻ ചാൻസ് കിട്ടിയാലും ഞാൻ ആദ്യം പറയുന്ന സാധനം പാവ് ഭാജിയാണ്. പിന്നീടാണ് ബാക്കിയുള്ളതൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പോയ ഒരു സെക്ഷനായിരുന്നു ഇത്. ഈ സെക്ഷൻ എനിക്ക് ഇത്തിരി ബോറിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ അധികം നേരമൊന്നും അവിടെ നിന്നില്ല. അവിടെ നിന്ന് ഞാൻ നേരെ ഇപ്പോഴത്തെ സെക്ഷനിലോട്ടാണ് ഗൈസ് വന്നത്. ഇപ്പോഴത്തെ സെക്ഷനിൽ വന്നപ്പം ഈ പ്ലേറ്റ്സിൻ്റെ സെക്ഷനായിരുന്നു. ഇതെനിക്ക് അത്ര ബോറിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ അവിടുന്ന് എൻ്റെ ഫേവറേറ്റ് സെക്ഷനായ ഈ ഒരു സെക്ഷനിലോട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോഴോ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന നൂഡിൽസ് എനിക്ക് കിട്ടിയുമില്ല. അങ്ങനെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. ഇവിടെ മമ്മിക്കും ചേച്ചിക്കും വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ട്രോളിയൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ചയായിരുന്നു. അപ്പോൾ ലഞ്ച് നമ്മളിതാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാനും ചേച്ചിയും കൂടെ നമ്മുടെ ലുലു കണക്റ്റിൽ പോയി. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ആയിരുന്നല്ലോ ഫാഷൻസും. അപ്പോൾ നമ്മൾ ലുലു ഫാഷൻസിലും കൂടെ പോയി. ഇവിടെ വന്നപ്പോൾ നല്ല ക്യൂട്ട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ബാഗ്സൊന്നും നമ്മൾ മേടിച്ചില്ല, അത് വേറെ കാര്യം. ബട്ട് നല്ല സൂപ്പർ കളക്ഷൻസ് ഉണ്ടായിരുന്നു ബാഗ്സിൻ്റെ ഒക്കെ. അങ്ങനെ ചേച്ചി കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചു. ഇതെല്ലാം മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് മക്ഡൊണാൾഡ്സിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഇതൊക്കെയാണ്. നമ്മൾ ഹോട്ട് ചോക്ലേറ്റും ക്യാപ്പച്ചിനോ ആയിരുന്നു തോന്നുന്നു, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഓർഡർ ചെയ്തത്. ഞാനിതായിരുന്നു ഗൈസ് ഓർഡർ ചെയ്തത്, മാക്സ്വേള്. അപ്പം ഞാൻ എപ്പോൾ ലുലുവിൽ വന്നാലും മാക്സ്വേള് കഴിക്കാൻ മറക്കാറില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞേച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോയിൽ കയറിയേക്കുവാണ്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പം തന്നെ ഇരുട്ടായി. നമ്മൾ രാവിലെ വന്നിട്ട് ഈ ഒരു ടൈമിലാണ് തിരിച്ച് പോകുന്നത്. ഇപ്പം എൻഡ് ഓഫ് സീസൺ സെയിൽ നടക്കുന്നുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുറേയൊക്കെ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ കുറേ ഷോപ്പിംഗ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം ഗൈസ്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ വീട്ടിൽ തിരിച്ച് വന്നിരിക്കുകയാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ, രാത്രിയായി. ഇപ്പം സമയം 7 മണിയായി. ഞങ്ങളൊരു
6:30 കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് വീട്ടിൽ വന്നത്. രാവിലെ പോയതാണ്. അപ്പോൾ ഇന്ന് കുറേ നമ്മൾ ഷോപ്പ് ചെയ്തെങ്കിലും എല്ലാത്തിൻ്റെയും ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഓരോ സെക്ഷനിൽ പോകുമ്പം അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്കാണെങ്കിൽ ഇന്ന് ഭയങ്കര അവിടെ 50% സെയിൽ നടക്കുവാണ് ലുലുവിൽ. അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ കൂടെ ഇടയ്ക്കൂടെ ഒക്കെ നമുക്ക് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അത് കാരണം എനിക്കും ഒരു മടിയായിപ്പോയി. പിന്നെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കണ്ടതും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.